നമസ്കാരം. 2023 ഏപ്രിൽ 2 കോഴിക്കോട് എലത്തൂരിൽ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് കമ്പാർട്ട്മെന്റിൽ കടന്നുകയറി ഷാരൂഖ് സൈഫി എന്നയാൾ നടത്തിയ കൊലപാതകം സമാനതകളില്ലാത്തതായിരുന്നു. പ്രതി പിടിയിലായിട്ടും പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി മനസ്സിലാവാത്ത കാര്യമായിരുന്നു ഇയാൾ എന്തിനാണ് ഈ കുറ്റം ചെയ്തതെന്ന്. പക്ഷേ ഇപ്പോൾ NIA അക്കാര്യം കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രതി ഷാരൂഖ് സൈഫി മതഭീകരവാദി എന്നാണ് NIA പറയുന്നത്. കാഫിറുകളെ കൊന്നൊടുക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. രക്തരൂക്ഷിത ജിഹാദിന് ഷാരൂഖ് ശ്രമിച്ചെന്നും തീവ്ര ഇസ്ലാം മതപ്രചാരകരെ പിന്തുടർന്നിരുന്നുവെന്നും NIA കോടതിയിൽ വ്യക്തമാക്കി. ഷാരൂഖിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. തുടർന്ന് ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി തള്ളി. തീവ്ര മതചിന്താഗതിക്കാരനായിരുന്ന ഷാരൂഖ് സൈഫി അവിശ്വാസികളെ കൊന്നത് പാപമോചനത്തിനായിട്ടാണ്. വിദ്വേഷ മതപ്രാസംഗികൻ സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങൾ ഷാരൂഖ് നിരന്തരം പിന്തുടർന്നിരുന്നു. പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധന ഫലത്തിലായിരുന്നു ഭീകര ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നത്. കടുത്ത മതഭീകരവാദിയായ ഷാരൂഖ് തന്റെ വിശ്വാസങ്ങൾ പിന്തുടരാത്തവരെയെല്ലാം കാഫിറുകളായിട്ടായിരുന്നു കണ്ടത്. കാഫിറുകളെ കൊന്നൊടുക്കുകയും രക്തരൂക്ഷിത ജിഹാദുമാണ് ഷാരൂഖ് സൈഫി പദ്ധതിയിട്ടത്. ഡൽഹി ഷഹീൻബാഗ് സ്വദേശിയായ ഷാരൂഖ് സൈഫി മാത്രമാണ് കേസിലെ ഏക പ്രതി. NIA കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ നടപടികൾ നീളുകയാണെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതി കോടതിയെ സമീപിച്ചത്. ട്രെയിനിലെ ഒരു ബോഗി പൂർണ്ണമായി കത്തിക്കാനായിരുന്നു ഇയാൾ പദ്ധതിയിട്ടത്. ഇതിലൂടെ വലിയ ആക്രമണത്തിനായിരുന്നു ലക്ഷ്യം. 3 കുപ്പി പെട്രോൾ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും ഷാരൂഖിന്റെ കൈവശമുണ്ടായിരുന്നു. എന്നാൽ ആസൂത്രണം ചെയ്തതുപോലെ കൃത്യം നടപ്പാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. ഇത്തരം കൃത്യം നടത്താനുള്ള പരിശീലനക്കുറവാണ് പദ്ധതി പാളിപ്പോകാൻ കാരണമായതെന്നും കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 ഏപ്രിൽ 2 രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ചിന് ആയിരുന്നു പ്രതി തീവെച്ചത്. സംഭവത്തിൽ ഒരു കുഞ്ഞടക്കം 3 പേർക്കായിരുന്നു അന്ന് ജീവൻ നഷ്ടമായത്. 9 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് NIA ഏറ്റെടുക്കുകയായിരുന്നു. എലത്തൂരിലെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയ പെട്രോൾ കുപ്പി അടങ്ങിയ ബാഗാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത്. ബാഗിൽ നിന്ന് കിട്ടിയ നോട്ട്ബുക്കിൽ ഷാരൂഖ് സൈഫി എന്ന പേര്, കാർപ്പൻ്റർ എന്ന തൊഴിൽ, നോയിഡ എന്ന സ്ഥലമെല്ലാം തന്നെ വ്യക്തമായി കുറിച്ചിട്ടിരുന്നു. ഒപ്പം സിം കാർഡ് ഇല്ലാത്ത മൊബൈൽ ഫോണും. ആക്രമണം കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം പ്രതിയെ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നാണ് മഹാരാഷ്ട്ര ATS പിടികൂടുന്നത്.